വിദ്യാർത്ഥികളെ, നമുക്കിന്ന് നമ്മുടെ ജീവശാസ്ത്രത്തിലെ അവസാനത്തെ അധ്യായമായ അവസാന ഭാഗത്തെ പറ്റിയാണ് പഠിക്കാനും ചർച്ച ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ, അതിനാദ്യമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ സിദ്ധാന്തങ്ങളെ പറ്റി പഠിക്കുകയുണ്ടായി. അപ്പൊ അതിനുശേഷം ഇനി നമുക്ക് പഠിക്കേണ്ടത് ജീവപരിണാമം നടന്നു എന്നുള്ളതിനുള്ള ചില പ്രധാനപ്പെട്ട തെളിവുകളെ പറ്റിയാണ്. അപ്പോൾ പല തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ ജീവപരിണാമത്തെ സാധൂകരിക്കുന്നുണ്ട്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫോസിലുകൾ നൽകുന്ന തെളിവുകൾ. രണ്ടാമത്തേതാണ് ആകാര താരതമ്യ പഠനം നൽകുന്ന തെളിവുകൾ. മൂന്നാമത്തേതാണ്, രണ്ട് സെറ്റ് ചേർന്നതാണ് ജൈവരസതന്ത്രവും ശരീര ധർമ്മശാസ്ത്രവും നൽകുന്ന തെളിവ്. നാലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, തന്മാത്രാ ജീവശാസ്ത്രം നൽകുന്ന തെളിവ്. ഈ 5 തെളിവുകളെ പറ്റി വിശദമായി പഠിക്കണം. കൂടാതെ മനുഷ്യന്റെ പരിണാമം, മനുഷ്യന്റെ പരിണാമ വൃക്ഷം, ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ അധ്യായം തീരും അല്ലെ? അപ്പൊ ഈ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ചില ഭാഗങ്ങളുടെ മൂല്യനിർണ്ണയം നമുക്ക് ആദ്യം നടത്താം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അപ്പോ സംഭവം എന്താണെന്ന് നോക്കാം. ഫസ്റ്റില് വേണ്ട എന്താ? ഇത് പ്രകാരം ഫസ്റ്റില് വേണ്ടത് കുറെ എണ്ണമുണ്ട്. വിവിധ വ്യതിയാനങ്ങളുള്ള ജീവികളാണ് ഫസ്റ്റിൽ വേണ്ടത്. അതെല്ലാവർക്കും അറിയാം, കുഞ്ഞുങ്ങൾ, ജീവജാലങ്ങൾ. അപ്പൊ രണ്ടാമതായിട്ട് വേണ്ട എന്താ? രണ്ടാമത് വേണ്ടത് അമിതോത്പാദനം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അമിതോത്പാദനം നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? സ്വാഭാവികമായും നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം നടക്കുന്നു അല്ലെ? നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം നടക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെന്താണ് സംഭവിക്കുക? അനുകൂല വ്യതിയാനങ്ങൾ ഉള്ളവ എന്ത് ചെയ്യും? പ്രകൃതി നിർദ്ധാരണത്തിന് വിധേയമാവും. അങ്ങനെ പ്രകൃതി നിർദ്ധാരണത്തിന് വിധേയമാവുന്നത് നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കപ്പെടുന്ന അവ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. പിന്നീട് എന്താ സംഭവിക്കുക? തലമുറ ലഭിക്കുന്ന വ്യതിയാനങ്ങളുടെ സഞ്ചയം രൂപപ്പെടുന്നു. അത് കഴിഞ്ഞ് ഇത് പുതിയ ജീവജാലങ്ങളുടെ ഉത്ഭവത്തിന് കാരണമാകുന്നതാണ്. ഇത് നമുക്ക് ശരിയാണോ നോക്കാം. ശരിയാണ്, 100% ശരിയാണ് അല്ലെ? അപ്പൊ ഇതാണ് എന്റെ പൊസിഷൻ. ഇനി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തതിന് വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒന്നാമത്തത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇതുകൊണ്ട് ഒന്ന് പരിശോധിക്കാം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. അതായത് ഈ ഭാഗത്ത് ശാസ്ത്രജ്ഞന്മാരുടെ രൂപത്തിൽ ഈ ഭാഗത്ത് അവരുടെ സിദ്ധാന്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് അന്വേഷണം ഇപ്പോൾ എടുത്ത് നോക്കുക. ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തത്തിന്റെ പേര് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം നമുക്കറിയാം അല്ലെ? ഹ്യൂഗോ ഡീവറിസിന്റെ സിദ്ധാന്തം ഉൽപരിവർത്തന സിദ്ധാന്തം. വേറെ നിൽക്കുന്നില്ല, എന്താണെന്നറിയാം. ഉൽപരിവർത്തന സിദ്ധാന്തം. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കിന്റെ സിദ്ധാന്തം സ്വയാധീന സ്വഭാവങ്ങൾ. ഇതാണ് ഇതിനെ വാക്കിയുമ്പോൾ എ ഒപ്പാരിന്റെയും ജെബിഎസ് ഹാൾഡന്റെയും ശാസ്ത്രങ്ങൾ. ചെക്കിയ, ലണ്ടൻ. ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ മൂല്യനിർണ്ണയ പ്രവർത്തനം കഴിഞ്ഞു, മനസ്സിലായില്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ജീവപരിണാമവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിക്കണം അല്ലെ? അതിലാദ്യം നമുക്ക് പരിശോധിക്കേണ്ടത് ഫോസിലുകൾ നൽകുന്ന തെളിവ് എന്താണെന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഫോസിലുകൾ നൽകുന്ന തെളിവ് ഇത് നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? ഫോസിലുകൾ നൽകുന്ന തെളിവിനെ പറ്റി നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? ഫോസിലുകൾ എന്താണെന്ന് നമുക്കറിയണം. ഇത് നമ്മൾ ജിയോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഫോസിലുകൾ അതായത് പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ നിർജീവ അവശിഷ്ടങ്ങളെയോ അവരുടെ അടയാളങ്ങളെയോ ശരീരഭാഗങ്ങളെയോ ആണ് നാം എന്ന് പറയാറുള്ളത് ഫോസിലുകൾ എന്ന് പറയാം
അല്ലെ? അതിപുരാതന കാലത്ത് ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളെയോ അവയുടെ അടയാളങ്ങളെയോ അതുപോലെ അവയുടെ ശരീരഭാഗങ്ങളെയോ ആണ് നമ്മളെന്ത് പറയാറുള്ളത്? ഫോസിലുകൾ എന്ന് പറയാറുള്ളത്. അങ്ങനെ നിരവധി ഫോസിലുകൾ മണ്ണ് കളക്കുമ്പോൾ അല്ലെങ്കിൽ പാറ കളക്കുമ്പോഴൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ആ ഫോസിലുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് അല്ലെങ്കിൽ നിരത്തി വെച്ച് നോക്കിയപ്പോൾ ശാസ്ത്രജ്ഞന്മാര് ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഒരു ഫോസിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര കൊല്ലം മുമ്പേ ജീവിച്ചിരുന്ന ജീവിയുടേതാണെന്ന് കണ്ടെത്താനുള്ള കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന പരിപാടി കൂടിയുണ്ട്. കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫോസിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്ര കൊല്ലം മുമ്പേ ഭൂമിയിൽ ഉണ്ടായതാണെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെ ശാസ്ത്രീയമായി ഇതിനെ വിശകലനം ചെയ്തപ്പോൾ ഈ പറയുന്ന നിഗമനങ്ങളിലാണ് അവർ എത്തിച്ചേർന്നത് ശാസ്ത്രജ്ഞന്മാര്. പുരാതന ഫോസിലുകൾക്ക് ലളിത ഘടനയാണ് ഉണ്ടായിരുന്നത്. കുറേ ഫോസിലുകൾ ഇങ്ങനെ കിട്ടി. അതിങ്ങനെ നിരത്തി വെച്ച് പരിശോധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഏറ്റവും അടിയിൽ കിട്ടിയത്, അതായത് ഭൂമിയുടെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് കിട്ടിയ ഫോസിലുകൾ, പുരാതന ഫോസിലുകൾ ലളിത ഘടനയുള്ളതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കാലത്തുണ്ടായ ഫോസിലുകളൊക്കെ, അതായത് അടുത്ത കാലത്ത് ലഭിച്ചതെന്നല്ല പറയുന്നത്, അടുത്ത കാലത്തുണ്ടായ ഫോസിലുകൾ, അതായത് പ്രായം കുറഞ്ഞ ഫോസിലുകൾക്ക് സങ്കീർണ ഘടനയാണുള്ളത്. ഇനി ഇവിടെ തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ചില ഫോസിലുകൾ ജീവിവർഗങ്ങൾ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നവയാണ്. അതായത് ആർക്കിയോടെറിക്സ് എന്ന് പറയുന്ന ഒരു പക്ഷീനെ പോലത്തെ ഒരു ഫോസിൽ കിട്ടിയിട്ടുണ്ട്. ആർക്കിയോടെറിക്സ് അല്ലെ? അത് പക്ഷിയുടെ സ്വഭാവങ്ങൾ അതിലുണ്ട്, ഉരകങ്ങളുടെ സ്വഭാവമുണ്ട്. കാഴ്ചയിൽ പക്ഷീനെ പോലത്തെ കൊക്ക്, അതുപോലെ ചിറക്, അതൊക്കെയുണ്ട്. എന്റെ ഫോസിലിന് കിട്ടിയ ഫോസിൽ അടയാളമാണ് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ അതിനുണ്ട്. പക്ഷേ അതിന്റെ ഒരു പ്രത്യേക സ്വഭാവം എന്താ വെച്ചാൽ വായിന് പല്ലുണ്ട് എന്നുള്ളതാണ്. സാധാരണ പക്ഷിക്ക് വായിന് പല്ലുണ്ടാവില്ല. പല്ല് ആരുടെ സ്വഭാവ? ഉരകങ്ങളുടെ സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉരകങ്ങളുടെയും പക്ഷികളുടെയും ഇടയിൽ ജീവിച്ചിരുന്ന, ഇടയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഉത്ഭവിക്കുന്ന കാലഘട്ടത്തിനിടയിൽ ജീവിച്ചിരുന്ന ജീവിയായിരിക്കാം ആര്? ഈ ആർക്കിയോടെറിക്സ് എന്ന് പറയുന്ന പക്ഷി ഉരകം അല്ലെ? പക്ഷിയാണെന്ന് വെച്ചാൽ പക്ഷിയാണ്, ഉരകമാണെന്ന് വെച്ചാൽ ഉരകമാണ്. രണ്ടിന്റെ ഗുണങ്ങളുള്ള ജീവി. അപ്പൊ ഇങ്ങനെ ഫോസിലുകൾ വളരെ വ്യക്തമായ തെളിവുകൾ നൽകുന്നുണ്ട്. പുരാതന ഫോസിലുകൾക്ക് ലളിത ഘടനയാണുള്ളത്, അടുത്ത കാലത്തുണ്ടായ ഫോസിലുകൾക്ക് സങ്കീർണ ഘടനയാണുള്ളത്. ചില ഫോസിലുകൾ ജീവിവർഗങ്ങൾ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെ ഫോസിലുകളെ പറ്റി പഠിച്ചപ്പോൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കിയത്, ലഭ്യമായ ഏറ്റവും കാലപ്പഴക്കമുള്ള ഫോസിന് 3.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രോകാരിയോട്ടുകളുടേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ ശിലാപാളികളിൽ നിന്ന് ലഭിച്ച ഫോസിലുകൾ പ്രോകാരിയോട്ടുകളിൽ നിന്ന് യൂക്കാരിയോട്ടുകളിലേക്കുള്ള പരിണാമം കൃത്യമായി അടയാളപ്പെടുത്തുന്നവയാണ്. ഇനി കോശവിജ്ഞാനീയത്തിന്റെയും തന്മാത്രാ ജീവശാസ്ത്രത്തിന്റെയും പഠനത്തോടുകൂടി ഫോസിൽ തെളിവുകളെ കൂടുതൽ ശാസ്ത്രീയമാക്കുകയും അങ്ങനെ തെളിവുകളിൽ നിന്ന് പുതിയ നിഗമനങ്ങൾ എത്തിച്ചേരാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എത്തിച്ചേർന്ന നിഗമനമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ജീവപരിണാമം നടന്നിരുന്നു എന്നുള്ളത്, അല്ല നമ്മളെ പൂർവികരെ നമ്മളെ പോലെ ആയിരുന്നില്ല എന്നുള്ളതിന് ഏറ്റവും ശക്തമായ തെളിവാണ് എന്ന് പറയാം ഫോസിൽ എന്ന തെളിവ്. ഈ ഫോസിലുകളെ പറ്റിയുള്ള വിശദമായ പഠന മേഖലയ്ക്ക് പാലിയന്റോളജി എന്നാണ് പറയാ. പാലിയന്റോളജി അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സംഗതി. ഇനി രണ്ടാമത്തെ സംഗതി എന്താണ്? രണ്ടാമത്തേത് ആകാര താരതമ്യ പഠനം നൽകുന്ന തെളിവ്. അപ്പൊ ആകാര താരതമ്യ പഠനം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ചില ജീവികളെ അതിന്റെ ആകൃതി താരതമ്യം ചെയ്ത് പഠിക്കുക ചെയ്തു. അപ്പൊ അതിനാണ് ഈ ചിത്രം നോക്കുക. താരതമ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, പല ജീവികളുടെ താരതമ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പല്ലി, വവ്വാല്, കടൽ പശുവാണ് അല്ലെ? പല്ലി, വവ്വാല്, കടൽ പശു. അതായത് പല്ലി എന്ന് പറയുന്നത് ഉരകവർഗത്തിൽപ്പെട്ട ജീവിയാണ്. വവ്വാല് എന്ന് പറഞ്ഞാൽ സസ്തന്യാണ്. കടൽ പശുവും സസ്തന്യാണ് അല്ലെ? പല്ലി ഉരകവർഗം. അപ്പൊ ഇതിന്റെ മുൻകാലി, 4 കാലുള്ള ജീവിയാണ്. മുൻകാലി പരിശോധിക്കുക. അതുപോലെ വവ്വാലിന്റെ ചിറക് പരിശോധിക്കുക. കടൽ പന്നിയുടെ കടൽ പശുവിന്റെ തുഴ പരിശോധിക്കുക. ഈ തുഴ എന്തിനാണ്? കടൽ പശുവിന് തുഴയാൻ വേണ്ടി, തുഴഞ്ഞ് വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. വവ്വാലിന് പറക്കാൻ വേണ്ടിയാണ്. ഈ പല്ലിക്ക് ഇത് നടക്കാൻ വേണ്ടിയാണ് അല്ലെ? ഇതിനെ
മനുഷ്യന്റെ കൈയുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ പുറമെ ഉള്ള ആളിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മനുഷ്യന്റെ കൈ പോലെയല്ല ഈ പറയുന്ന പല്ലിന്റെ മുൻകാലി. അതുപോലെ മനുഷ്യന്റെ കൈ പോലെയല്ല വവ്വാലിന്റെ ചിറക്. അതുപോലെ മനുഷ്യന്റെ കൈ പോലെയല്ല ഇതിന്റെ തുഴ. പക്ഷേ നമ്മുടെ കൈയിന്റെ തോല് പൊളിച്ചു കഴിഞ്ഞാൽ ഇറച്ചിയൊക്കെ നീക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിലുള്ള എല്ലുകളുടെ ക്രമീകരണം, ഇതിനുള്ള എല്ലിന്റെ ക്രമീകരണം, ഇതിനുള്ള എല്ലിന്റെ ക്രമീകരണം, ഇതിനുള്ള എല്ലിന്റെ ക്രമീകരണം പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ എല്ലുകൾ എങ്ങനെയാണോ ക്രമീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അതുപോലെ ഇവിടെയുള്ള മസിൽ പേശികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, രക്തക്കൊഴൽ പരിശോധിച്ചു കഴിഞ്ഞാൽ, നാഡികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ 4 ജീവികളുടെയും ഒരുപോലെയാണ്, 4 വർഗ്ഗം ജീവികളുടെയും ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെയുള്ള അവയവങ്ങളെ ഒരേ ഘടനയുള്ളവയും വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതുമായ അവയവങ്ങളെ അനുരൂപ അവയവങ്ങൾ എന്നാണ് പറയുന്നത്. ഒരേ ഘടനയുള്ളതും വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതുമായ അവയവങ്ങളാണ് അനുരൂപ അവയവങ്ങൾ, അല്ലെങ്കിൽ ഹോമോലോഗസ് ഓർഗൻസ്. അപ്പൊ ഹോമോലോഗസ് ഓർഗൻസ് ഇവിടെയാണ് മനുഷ്യന്റെ കൈ, പല്ലിയുടെ മുൻകാലിൽ, വവ്വാലിന്റെ ചിറക്, കടൽ പശുവിന്റെ തുഴ, തിമിംഗലത്തിന്റെ തുഴയാലും ഇങ്ങനെ തന്നെ. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ മനുഷ്യൻ. അപ്പൊ മനുഷ്യന്റെ കൈ എന്ന് പറഞ്ഞാല് മനുഷ്യന് പറക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് നടക്കാനാണ് അതിന് കഴിവ്. അതുകൊണ്ട് കൈ 2 സ്വതന്ത്രമായതാണ്. ഇതിന് ഇഴഞ്ഞു സഞ്ചരിക്കുന്നതായതുകൊണ്ട്, അതിന് ഇങ്ങനെ നിലത്തോടെ ഇഴഞ്ഞു സഞ്ചരിക്കുന്നതായതുകൊണ്ട് അതിന്റെ കൈ ഇങ്ങനെ ആവണം, എന്നാലേ അതിന് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. വവ്വാലി പറക്കാൻ പറ്റുന്ന ജീവിയായതുകൊണ്ട് അതിന്റെ കൈ എന്തായി മാറണം? ചെറുതായി മാറിയിട്ടുള്ളത്. കടൽ പശുവിന് തുഴയാവേണ്ടത്, അപ്പോൾ നമ്മളെ കൈകൊണ്ടുള്ള കൈ ഉണ്ടായതുകൊണ്ട് തുഴയാനാവില്ല. അതുകൊണ്ടാണ് അത് തുഴ പോലെയായി മാറിയിട്ടുള്ളത്, അല്ലെ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യത്യസ്ത ജീവിത രീതിക്ക് വേണ്ടി ഉണ്ടായ അനുകൂലങ്ങളാണ് ഇതൊക്കെ. ഓരോ ജീവി ഏത് രീതിയിലാണ് ജീവിക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ അതിന്റെ മുൻകാലുകൾ രൂപപ്പെട്ടു എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ എത്തിച്ചേർന്ന നിഗമനമെന്ന് പറഞ്ഞാൽ എന്താ? ഈ ജീവികളുടെ എല്ലാം ഒരു പൊതുവായ പൂർവിക ജീവി ഉണ്ടായിട്ടുണ്ടാവാം. അതായത് മനുഷ്യന്റെയും പല്ലിയുടെയും വവ്വാലിന്റെയും കടൽ പശുവിന്റെയും പൂർവികൻ ഒന്നു തന്നെയാകാം. ആ പൂർവികന് മാറ്റം സംഭവിച്ച് വ്യത്യസ്ത ജീവിത രീതി, ഓരോന്നും കുറെ എണ്ണം വെള്ളത്തിൽ ജീവിക്കുന്നവയായി അത് ഈ രീതിയിലായി മാറി, കുറെ എണ്ണം കരയിൽ എഴഞ്ഞു സഞ്ചരിക്കുന്നതായതുകൊണ്ട് ആ രീതിയിലായി, കുറച്ചെണ്ണം പറക്കുന്നതായതുകൊണ്ട് ആ രീതിയിലായി, അതുപോലെ മറ്റെണ്ണം ചിലത് നിവർന്ന് നടക്കാൻ കഴിവുള്ളതായതുകൊണ്ട് അതിന്റെ കൈ സ്വതന്ത്രമാണ്. ഇങ്ങനെ ആയതാവാം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതും ഒരു ശക്തമായ തെളിവാണ്. മനസ്സിലായില്ലേ? ഇനി അടുത്ത പ്രധാനപ്പെട്ട തെളിവാണിത്. ഈ തെളിവ് നോക്കാം. ജൈവരസതന്ത്രം, ശരീരധർമ്മശാസ്ത്രം എന്നിവയിൽ നിന്നുള്ള തെളിവുകൾ, അല്ലെ? എന്തെല്ലാം തെളിവ്? ബാക്ടീരിയ മുതൽ മനുഷ്യൻ വരെയുള്ള ജീവികളിൽ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എൻസൈമുകളാണ്. ബാക്ടീരിയ മുതൽ മനുഷ്യൻ വരെയുള്ള ജീവികളിൽ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എൻസൈമുകളാണ്. മനുഷ്യനേക്കാൾ എത്രയോ ചെറുതാണ് ബാക്ടീരിയ, പക്ഷെ അതിലും രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എൻസൈമുകളാണ്. അതുപോലെ ബാക്ടീരിയയിൽ ഊർജ്ജം സംഭരിക്കുന്നത് ATPയിലാണ്. അതായത് മനുഷ്യനിലും ഊർജ്ജം സംഭരിക്കുന്നത് ATPയിലാണ്. ഇനി ജൈവരസതന്ത്രം, ശരീരധർമ്മശാസ്ത്രം എന്നിവയുള്ള മറ്റു തെളിവുകളെന്നല്ല, പാരമ്പര്യ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് ജീവികളാണ്. മനുഷ്യരിലായാലും അതുപോലെ ഈ ജീവികളിലൊക്കെ പാരമ്പര്യ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നതാരാ? ജീനുകളാണ്. ഇനി അടിസ്ഥാന പദാർത്ഥങ്ങളാണ് ധാന്യകവും കൊഴുപ്പും പ്രോട്ടീനും. ഈ പറയുന്ന ബാക്ടീരിയക്കായാലും മനുഷ്യനായാലും അതുപോലെ മറ്റു സകല ചരാചര ജീവികൾക്കായാലും അതിൻ്റെയെല്ലാം അടിസ്ഥാന പദാർത്ഥങ്ങളെ ധാന്യകം, കൊഴുപ്പ്, പ്രോട്ടീനുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുവാണ് ആരെന്ന് പറയാ ബാക്ടീരിയ. നമ്മുടെ ബന്ധു തന്നെയാണ് പൂച്ച, നമ്മുടെ ബന്ധു തന്നെയാണ് ആന, നമ്മുടെ ബന്ധു തന്നെയാണ് ആര്? മറ്റു ജീവികൾ, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി എല്ലാ ജീവികളും ഒന്നാണെന്ന് കാണാം. ഇതാണ് ജൈവരസതന്ത്രവും ശരീരധർമ്മശാസ്ത്രവും നൽകുന്ന തെളിവ്. അതിലൊരു കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാം.
ബാക്ടീരിയയിലും രാസപ്രവർത്തനം നിയന്ത്രിക്കുന്ന എൻസൈമുകളാണ്. ഊർജ്ജം സംഭരിക്കുന്ന ATP തന്മാത്രകളിലാണ്. പാരമ്പര്യ സ്വഭാവം നിർണ്ണയിക്കുന്ന ജീനുകളാണ്. ബാക്ടീരിയയിലെ അടിസ്ഥാന പദാർത്ഥങ്ങൾ ധാന്യവും പ്രോട്ടീനുമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അതേ ഗുണങ്ങൾ ആർക്ക് കാണുന്നുണ്ട്? ഇത്രയും വലിയ മനുഷ്യരിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബന്ധുവാണ് ഇത്, അല്ലെങ്കിൽ ഇതിന്റെ ബന്ധുവാണ് ഇത് നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് ജീവജാലങ്ങളെല്ലാം അടിസ്ഥാനപരമായി ഒന്നാണ്. അതുകൊണ്ട് ഇതും അതിശക്തമായ ഒരു തെളിവാണ്. ഇനി അടുത്ത തെളിവ് എന്ന് പറയുന്നത് എന്താ? അടുത്ത തെളിവ് തന്മാത്രാ ജീവശാസ്ത്രം നൽകുന്ന തെളിവാണ്. അത് അതിശക്തമായ മറ്റൊരു തെളിവാണ്. തന്മാത്രാ ജീവശാസ്ത്രം നൽകുന്ന തെളിവ് അതിശക്തമായ മറ്റൊരു തെളിവാണ്. അതിന് നമ്മൾ ആദ്യം ഒരു വീഡിയോ കാണാം. വീഡിയോയിൽ കണ്ടതുപ്രകാരം എന്താ കണ്ടിട്ടുള്ളത്? നമ്മുടെ ഭൂമുഖത്തുള്ള സസ്തിനികളുടെ എല്ലാം രക്തത്തിന്റെ നിറം ഇതുപോലെയാണ് അല്ലെ? ഇനി രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് ഹിമോഗ്ലോബിൻ. ഓക്സിജനെ വഹിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഹിമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഹിമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീനില് ചില അമിനോ ആസിഡുകൾ കൊണ്ടാണ് ഹിമോഗ്ലോബിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ അമിനോ ആസിഡില് ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡുകളുമായി മറ്റു ജീവികളിലെ ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡുകളെ താരതമ്യ പഠനം വഴി, തന്മാത്രാ പഠനം വഴി ശാസ്ത്രീയമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹിമോഗ്ലോബിൻ എല്ലാത്തിലും ഒരുപോലെയാണ്. അപ്പൊ അതിന് ആൽഫ ബീറ്റ എന്ന് പറയുന്ന 2 ചെയിനുകളുണ്ട്. ആ ബീറ്റ ചെയിനുകളെ ചില ജീവികളിലുള്ള മനുഷ്യന്റെ ബീറ്റ ചെയിനിലുള്ള അമിനോ ആസിഡിന്റെ എണ്ണത്തെ മറ്റു ചില ജീവികളിലുള്ള ബീറ്റ തന്മാത്രയിലെ അമിനോ ആസിഡുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ വളരെ പ്രകടമായ ചില സാദൃശ്യങ്ങൾ കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബന്ധുക്കൾ എന്ന് പറയുന്ന ജീവികളുടെ ബീറ്റാ ശൃംഖലയിലുള്ള അമിനോ ആസിഡിന്റെ ക്രമീകരണവും മനുഷ്യന്റെ അമിനോ ആസിഡിന്റെ ക്രമീകരണവും ചില സാദൃശ്യങ്ങളും വ്യത്യാസങ്ങളും കാണാനിടയായിട്ടുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. അവിടെ നമ്മൾ കണ്ടത് ഹിമോഗ്ലോബിന്റെ താരതമ്യ പഠനമാണ്. താരതമ്യ പഠനത്തിൽ ഉപയോഗിച്ചത് ഗൊറില്ല പറഞ്ഞ പരുങ്ങിന്റെ ഭാഗപ്പെട്ട ജീവിയാണ്. മനുഷ്യന്റെ ഹിമോഗ്ലോബിനെ ഗൊറില്ലയുടെ ഹിമോഗ്ലോബിനുമായി താരതമ്യം ചെയ്തപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡിന്റെ വ്യത്യാസമേ ഉള്ളൂ, തമ്മിലുള്ള വ്യത്യാസം. ബാക്കിയൊന്നും തുല്യാണ്. എന്നാൽ എലിയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 31 അമിനോ ആസിഡിന്റെ വ്യത്യാസമുണ്ട്. ചിമ്പാൻസിയും മനുഷ്യനും തമ്മിൽ 0 വ്യത്യാസം, ഒരു വ്യത്യാസവും ഇല്ല. മനസ്സിലായ? ഗൊറില്ലക്ക് 1 അമിനോ ആസിഡിന്റെ വ്യത്യാസമുണ്ട്. അപ്പോ ഗൊറില്ല അമിനോ ബന്ധുവാണ്. എലിയും മനുഷ്യനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 31 അമിനോ ആസിഡിന്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ആദ്യം സ്വഭാവമുള്ള വ്യത്യാസമാണ്.
ഇനി ചിമ്പാൻസിയുടെ ബീറ്റാ ചെയിന്റെ അമിനോ ആസിഡിന്റെ ക്രമീകരണം മനുഷ്യന്റെ ബീറ്റാ ചെയിന്റെ അമിനോ ആസിഡിന്റെ ക്രമീകരണം തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത പൂർവികനാരാ ചിമ്പാൻസിയാണെന്ന് മനസ്സിലാക്കാം. അതിന് തൊട്ടടുത്ത പൂർവികനാരാ ഗൊറില്ലയാന്ന് മനസ്സിലാക്കാം. പിന്നീട് അങ്ങോട്ടെല്ലാം നമ്മുടെ പൂർവികരല്ലേ, പക്ഷെ അവർ വളരെ ദൂരെയാണ് എന്നതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ പ്രോട്ടീൻ മാത്രമല്ല അമിനോ ആസിഡുകളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് ഉത്പരിവർത്തനം സംഭവിച്ചാൽ അമിനോ ആസിഡുകളിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ മാറ്റം വരാൻ കാരണമായിരിക്കും പ്രോട്ടീൻ തന്മാത്രകളിലെ അമിനോ ആസിഡുകളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് ഉത്പരിവർത്തനം സംഭവിച്ചാൽ അമിനോ ആസിഡുകളിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി വ്യത്യസ്ത ജീനുകളിലെ പ്രോട്ടീൻ തന്മാത്രകളെ താരതമ്യ പഠനം നടത്തുക വഴി ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം കണ്ടെത്താനാകും. ഒരു പൊതുപൂർവികനിൽ നിന്ന് ശാഖോപശാഖകളായി വേർപെട്ടു വരുന്ന പരിണാമ ചരിത്രം രൂപപ്പെടുത്താൻ ഈ പഠന മേഖല സഹായിക്കും. അതാണ് ഇവിടെ എന്റെ ക്രോഡീകരണമായി കൊടുത്തിട്ടുള്ളത്. ഈ ചിമ്പാൻസി ഒരു വ്യത്യാസമില്ല, ഗൊറില്ല ഒരു അമിനോ ആസിഡ് വ്യത്യാസപ്പെട്ടിരിക്കും, എലി 31 അമിനോ ആസിഡ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇങ്ങനെ ഓരോ ജീവിയും താരതമ്യം ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ തൊട്ടടുത്ത പൂർവികൻ ആരാവാം? ചിമ്പാൻസി ആവാം അല്ലെ. അപ്പൊ ചിമ്പാൻസിക്ക് പിന്നീടും അനുക്രമമായി മാറ്റം സംഭവിച്ചാൽ ഇന്ന് കാണുന്ന നല്ല സ്വഭാവവും സൗന്ദര്യവും ബുദ്ധിയിലുള്ള മനുഷ്യനുണ്ടായത്. ഗൊറില്ലയും മനുഷ്യനും തമ്മിൽ ഒരു അമിനോ ആസിഡിന്റെ വ്യത്യാസമുണ്ട്. അപ്പോ ഗൊറില്ലയിൽ നിന്ന് ചിമ്പാൻസിയിലേക്ക് വരുമ്പോൾ ഈ ഒരു അമിനോ ആസിഡ് നഷ്ടപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതുതായ ഒരു അമിനോ ആസിഡ് ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടാവും, പരിവർത്തനം വഴി ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇന്ന് കാണുന്ന 46. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് മനുഷ്യന്റെ ക്രോമസോം സംഖ്യ 46, ചിമ്പാൻസിന്റെ 48 അല്ലെ. അപ്പൊ ആ 8ൽ നിന്ന് 2 കുറഞ്ഞപ്പോഴാണ് എന്താവുക മാറിയിട്ടുണ്ടാവുക, മനുഷ്യനായി മാറിയിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെ തന്മാത്രാ ജീവശാസ്ത്രം അതിശക്തമായ ഒരു തെളിവാണെന്ന് നമുക്ക് പറയാം. ഇനി അതിനുശേഷം അതിന് മാറ്റം സംഭവിച്ച് ഇന്ന് കാണുന്ന മനുഷ്യരൂപമായി മാറിയത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മനുഷ്യ പരിണാമ വൃക്ഷം എന്താന്ന് നോക്കാം. ഏറ്റവും താഴെ എഴുതുന്നുണ്ട് ആന്ത്രപ്പോയിഡ് എന്നാണ് അല്ലെ. ആന്ത്രപ്പോയിഡ് എന്ന് പറയാൻ കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ജീവികൾക്കെല്ലാം പൊതുവായി ചില സ്വഭാവങ്ങളുണ്ട്. അവരുടെ ഒരു കുടുംബത്തിലാണ് പെടുന്നത്. അവരുൾപ്പെടുന്ന കുടുംബത്തെയാണ് ആന്ത്രപ്പോയിഡ് എന്ന് പറയുക. എന്നാൽ ഇതിന് ഈ പറയുന്ന മുകളിൽ കൊടുത്തിരിക്കുന്ന കുരങ്ങ്, ഗിബൺ, ഒറാങ്ങുട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, മനുഷ്യൻ ഇവർക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? ഈ 1, 2, 3, 4, 5 ഉള്ള പ്രത്യേകത സ്വതന്ത്രമാക്കപ്പെട്ട കൈകളാണ്. അതുപോലെ മുന്നോട്ടേക്ക് മാത്രം നോക്കാൻ പറ്റുന്ന കണ്ണുകളാണ് ഇതിനുള്ളത്. അതുപോലെ കൈവിരലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമ്മുഖമാക്കാൻ സാധിക്കും. തള്ളവിരലിനെ മറ്റു വിരലുമായി സമ്മുഖമാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം മരക്കൊമ്പിൽ ഇങ്ങനെ സ്ട്രോങ് ആയി പിടിക്കാൻ സാധിക്കും. ഈ തള്ളവിരല് ഇവിടെ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ഈ ഭാഗത്തായതുകൊണ്ടാണ് സംഭവിക്കുന്നത് അല്ലെ. മനസ്സിലാവുന്നുണ്ട? മനുഷ്യന്റെ തള്ളവിരല് മറ്റു വിരലുമായി ഇങ്ങനെ കൂട്ടിമുട്ടിക്കാൻ സാധിക്കും ഇങ്ങനെ അല്ലെ. അതുകൊണ്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഒരു സ്ഥലത്ത് പിടിക്കാൻ സാധിക്കും. ഏത് വസ്തുവിനും ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള കഴിവ്, നമുക്ക് എഴുതാനുള്ള കഴിവ്, മൗസ് ഉപയോഗിക്കാനുള്ള കഴിവ്, ഇതേപോലെ കുരങ്ങിയ മനുഷ്യക്കുരങ്ങുന്നുണ്ട്. ഇതിനെയാണ് സമ്മുഖമാക്കുക എന്ന് പറയാം. ആ കഴിവ് വിവരിക്കേണ്ടതുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മുന്നോട്ട് മാത്രം നോക്കാൻ പറ്റുന്ന കണ്ണുകളിൽ തള്ളവിരലിനെ മറ്റു വിരലുമായി സമ്മുഖമാക്കാനുള്ള കഴിവ്, പിന്നെ അതുപോലെ മിക്കവാറും ജീവികൾക്ക് നിവർന്നു നടത്താനുള്ള കഴിവ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഴിവുള്ളതുകൊണ്ട് ഇതിനെല്ലാം ഒരേ ഗ്രൂപ്പായി ജീവിക്കാനുള്ള കഴിവ് ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇതിനെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക ആന്ത്രപ്പോയിഡാന്ന് പറയും അല്ലെ. പക്ഷെ അതിൽ തന്നെ ഈ കുരങ്ങും ഈ പറയുന്ന അഞ്ചുകളും വ്യത്യാസമുണ്ട്.
അത് വേറൊരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് അതിന് സർക്കപ്പിത്തിക്കോയിഡെ എന്ന് പറയും. സർക്കപ്പിത്തിക്കോയിഡെ അതിന്റെ പ്രത്യേകത എന്താണ്? ചെറിയ മസ്തിഷ്കമായിരിക്കും, നീളമുള്ള വാലുള്ളവയായിരിക്കും. കുരങ്ങെന്ന് അറിയാം നമുക്ക്. സർക്കപ്പിത്തിക്കോയിഡെ എന്ന് പറഞ്ഞാൽ നീളമുള്ള വാലുള്ളതായിരിക്കും. അതുപോലെ പിന്നെയോ ചെറിയ മസ്തിഷ്കമായിരിക്കും. ഇതിന് മനുഷ്യനെ പോലെ നിവർന്ന് നടക്കാൻ വേണ്ടി സാധിക്കില്ല. അതാണ് പ്രത്യേകത. ഇനി ഹോമിയോയിഡെ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത, ഹോമിയോയിഡയിൽ വരുന്നത് ഗിബൺ, ഒറാങ്ങുട്ടാൻ, ഗുറില്ല, ചിമ്പാൻസി, മനുഷ്യനൊക്കെയാണ്. അതിന് വികസിച്ച മസ്തിഷ്കമായിരിക്കും ഇതിനെല്ലാം ഉണ്ടാവുക. സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന കൈകളായിരിക്കും. ഇങ്ങനെ നീണ്ടു നിൽക്കാൻ പറ്റും. അതുകൊണ്ട് അവരെ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലാണ് ഹോമിയോയിഡെ എന്ന് പറയും. മനുഷ്യന്റെ രണ്ടാം അല്ലെങ്കിൽ മനുഷ്യ പരിണാമത്തിന് രണ്ട് ആവാന്തര വിഭാഗങ്ങളാണ് സർക്കപ്പിത്തിക്കോയിഡെ. അതിൽ കുരങ്ങാൻ വരിക. ഇത് മിക്കവാ എല്ലാം സസ്യഭോജികളാണ്. ഇനി ഹോമിയോയിഡെ എന്ന് പറഞ്ഞ വിഭാഗം സസ്യഭോജികൾ മാത്രമല്ല മാംസം കഴിക്കാറുണ്ട്. അപ്പോ അതിന് നിവർന്നിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. കേട്ടോ. ഇനി നമുക്ക് മനുഷ്യ പരിണാമം എന്താന്ന് നോക്കാം. ആർഡിപിറ്റിക്കസ് എന്നാ പറയാം. മനുഷ്യൻ എന്ന് പറയുന്നത് ഇവിടുന്ന് തുടങ്ങുന്നത്. ആർഡിപിറ്റിക്കസ് പ്രത്യേകത എന്താ? മനുഷ്യ കുലത്തിലെ ഏറ്റവും പുരാതന അംഗം ആഫ്രിക്കയിൽ നിന്ന് ഫോസിലുകൾ ലഭിച്ചു. 325 ക്യൂബിക് സെന്റിമീറ്റർ മസ്തിഷ്ക വ്യാപ്തം കുറവാണ് നോക്കുമ്പോൾ. അപ്പോൾ മനുഷ്യ പരിണാമത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പുരാതന ജീവി ആർഡിപിറ്റിക്കസ് ആണ്. രണ്ടാമത്തത് ആഫ്രിനോപിത്തിക്കസ് അഫറൻസിസ് എന്നാ പറയാ. അതിന്റെ മെലിഞ്ഞ ശരീരം, ആഫ്രിക്കയിൽ നിന്ന് ഫോസിലുകൾ കണ്ടെടുത്തു. ബ്രെയിൻ എത്രയുണ്ട്? 460 ക്യൂബിക് സെന്റിമീറ്റർ ഉണ്ട്. നേരത്തെ എത്രയുണ്ട്? 340 ഉള്ളൂ. ഇതിപ്പോ എത്രയുണ്ട്? 460 ക്യൂബിക് സെന്റിമീറ്റർ വ്യാപ്തമുണ്ട്. ബ്രെയിൻ കുറച്ചും കൂടി വികാസം പ്രാപിച്ചു എന്നർത്ഥം. അടുത്ത വിഭാഗമാണ് ഹോമോ ഹബിലിസ്. കല്ലിന്റെ അസ്ഥി കഷ്ണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിച്ചു. ആഫ്രിക്കയിൽ നിന്ന് ഫോസിലുകൾ ലഭിച്ചു. 610 ക്യൂബിക് സെന്റിമീറ്റർ മസ്തിഷ്ക വ്യാപ്തം. ഓരോ ഘട്ടം നടക്കുന്നതിനനുസരിച്ച് മനുഷ്യനോട് അടുക്കുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അതിനുശേഷം കണ്ടതാണ് ഹോമോ ഇറക്റ്റസ്. കട്ടിയുള്ള കീഴ്ക്കാഞ്ഞ വലിയ പല്ലുകൾ. ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിൽ നിന്ന് ഫോസിലുകൾ ലഭിച്ചു. 1000 ക്യൂബിക് സെന്റിമീറ്റർ മസ്തിഷ്ക വ്യാപ്തം. നിവർന്നു നിൽക്കാൻ കഴിവുള്ളവ. ഇവിടുന്ന് മുതലാണ് കൃത്യമായിട്ട് നിവർന്നു നിൽക്കാൻ കഴിയാൻ തുടങ്ങി. ആര് മുതൽ? ഹോമോ ഇറക്റ്റസ് മുതൽ. ശരിക്കും നിവർന്നു നിൽക്കാൻ കഴിയുന്ന ഇവിടുന്നാണ്. ഇനി ഹോമോ നിയാണ്ടർതാലൻസിസ്. ആധുനിക മനുഷ്യന് സമകാലീനൻ. ഹോമോ നിയാണ്ടർതാലൻസിസ് എന്ന് പറഞ്ഞാൽ ആധുനിക മനുഷ്യന് സമകാലീന. മനുഷ്യനെ പോലുണ്ട് അല്ലെ. യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ ഫോസിലുകൾ ലഭിച്ചു. 1430 ക്യൂബിക് സെന്റിമീറ്റർ വ്യാപ്തം. നല്ല ബുദ്ധി ഉണ്ടാവും. 1430. അതുകൊണ്ടാണ് ആധുനിക മനുഷ്യന് സമകാലീനം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഉണ്ടായ വിഭാഗമാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ. ആധുനിക മനുഷ്യൻ ഫ്രാൻസിൽ നിന്ന് ആദ്യം ഫോസിലുകൾ ലഭിച്ചു. 1700 ക്യൂബിക് സെന്റിമീറ്റർ മസ്തിഷ്ക വ്യാപ്തത്തോടുകൂടി ബുദ്ധിമാനായി ഇങ്ങനെ ജീവിക്കുന്നു. മനസ്സിലായില്ലേ? ഇനി പുറകോട്ടെടുത്തു കഴിഞ്ഞാൽ ഹോമോ നിയാണ്ടർതാലൻസിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ ഹബിലിസ്, ആസ്ട്രലോപിത്തിക്കസ് അഫറൻസിസ്, ആർഡിപിറ്റിക്കസ്. അപ്പോ ആദ്യം വെറും 325 ക്യൂബിക് സെന്റിമീറ്റർ ആണ് മസ്തിഷ്കം. രണ്ടാമത്തതിന് 460, മൂന്നാമത്തതിന് 610, നാലാമത്തതിന് 1000, അഞ്ചാമത്തതിന് 1430, മറ്റേത് ലാസ്റ്റ് 1700 ക്യൂബിക് സെന്റിമീറ്റർ. അതിലേക്ക് കൂടുമ്പോൾ ചെയ്യുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ ഹോമോ സാപ്പിയൻ എന്നാണ് ഏറ്റവും അത്യാധുനിക മനുഷ്യന് പറയാം. ഇനി നമ്മൾ ഞങ്ങളുടെ ടെക്സ്റ്റിലെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാം. ആർഡിപിറ്റിക്കസ് റാമിഡസ്. രണ്ടാമത്തെ ആസ്ട്രലോപിത്തിക്കസ് അഫറൻസിസ്. മൂന്ന് ഹോമോ ഹബിലിസ്. 4 ഹോമോ ഇറക്റ്റസ്. ഹോമോ ഇറക്റ്റസിൽ നമുക്ക് ഏതാ തീ കണ്ടുപിടിച്ചിട്ടുണ്ടവർ അല്ലെ. അടുത്ത ഹോമോ നിയാണ്ടർതാലൻസിസ്, മനുഷ്യന് സമകാലീൻ 1430. ഹോമോസാപ്പിയൻസ്, ആധുനിക മനുഷ്യൻ. ഇങ്ങനെ ആധുനിക മനുഷ്യൻ പ്രയാണം തുടരുന്നു അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ മനുഷ്യന്റെ പരിണാമവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇത് ക്രോഡീകരിക്കാൻ ലാസ്റ്റ്
അപ്പൊ അങ്ങനെ മറ്റ് എല്ലാ ജീവികളുടെയും മേലെ അതീശത്വം പ്രാപിച്ചുകൊണ്ട് മുന്നേറുന്ന ജീവിവർഗമാണ് മനുഷ്യൻ. അപ്പൊ മനുഷ്യരെല്ലാത്തിലും വ്യക്തമായ ഐഡന്റിറ്റി ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ മനുഷ്യന് ജനസംഖ്യ ഇങ്ങനെ വർദ്ധിക്കുന്നതനുസരിച്ച് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നമ്മൾ പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും അധികമായി ചൂഷണം ചെയ്യേണ്ടി വരുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. അങ്ങനെ ചൂഷണം ചെയ്യുന്നതിന്റെ ഫലമായി പ്രകൃതിക്ക് കനത്ത പരിക്കുകൾ ഏറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രകൃതിക്ക് കനത്ത പരിക്കുകൾ ഏറ്റുകൊണ്ടിരിക്കുമ്പോഴേ എന്ത് സംഭവിക്കുന്നു? ജീവികൾ ഭൂമിയിലെ ജൈവ വൈവിധ്യം കുറഞ്ഞു കുറഞ്ഞു വരാനിടയാവും. അങ്ങനെ മുൻകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ജൈവ വൈവിധ്യം അപകടകരമായ വിധത്തിൽ കുറയുകയാണ്. ഇങ്ങനെ ഭൂമിയിൽ ഇതുവരെയായി നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള 5 കൂട്ട വംശനാശങ്ങൾ നടന്നിട്ടുള്ളതായും വംശനാശത്തിന് ശേഷം അതിവേഗം ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കപ്പെട്ടതായും കണ്ടിട്ടുണ്ട്. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടൽ ഭൂമിയിലെ ജീവന്റെ തുടർച്ച തന്നെ ഇല്ലാതാക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. പക്ഷെ ഒരു പോസിറ്റീവായിട്ടുള്ള എന്താ, നെഗറ്റീവ് ആയിട്ടുള്ളത് തന്നെ പ്രകൃതിയിലെ മനുഷ്യ ഇടപെടലുകളുടെ ഫലമായി കാലാവസ്ഥാ മാറ്റവും ജീവികളുടെ വംശനാശം ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ച് നാം ഇന്ന് ബോധവാന്മാരാണ്. വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളുമെല്ലാം പരിസ്ഥിതി സംരക്ഷണത്തിന് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. വൈവിധ്യമായ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താനാവൂ എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇനി ഒരു ആശ്വാസമുള്ളത് എന്താ? ദൂരവ്യാപകമായ ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനും മുൻകരുതലെടുക്കാനും മനുഷ്യന് ശേഷിയുണ്ട് എന്നത് നാളത്തെ ലോകത്തെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നതാണ്. അതിന് ഉദാഹരണമാണ് ചെന്നൈയിൽ ഒക്കെ കൊടുങ്കാറ്റ് വരുമെന്ന് പ്രവചിക്കാനും അത് ഇത്ര സമയത്ത് ഇന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുമെന്ന് പ്രവചിക്കാനൊക്കെയുള്ള കഴിവുണ്ട് മനുഷ്യർക്ക്. ഉപകരണങ്ങൾ കണ്ടുപിടിച്ച ഉപകരണങ്ങൾ കൊണ്ട് അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ സാധിച്ചതുകൊണ്ട് കൂട്ടവംശനാശം ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് മനുഷ്യന്റെ ഒരു പോസിറ്റീവാണ്. അപ്പോ ഇതിനെല്ലാം എതിർത്തുകൊണ്ട് പ്രകൃതി ശക്തി വന്നു കഴിഞ്ഞാൽ ഭൂകമ്പം, അതുപോലെ സുനാമി, അതുപോലെ ഇങ്ങനെയുള്ള മറ്റ് ഗ്രഹങ്ങൾ ഭൂമിയിൽ വന്ന് ഇടിക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ വരാനിടയായി കഴിഞ്ഞാൽ ഇവിടെ കൂട്ടവംശനാശം സംഭവിക്കും. മനുഷ്യന്റെ നിയന്ത്രണത്തിന് അപ്പുറമായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും അതിനെ മുൻകൂട്ടി കാണാനും അത് പരിഹരിക്കാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി മനുഷ്യന്റെ പ്രയാണം തുടരുന്നു. നമുക്ക് തൽക്കാലം ഇവിടെ ഇത് അവസാനിപ്പിക്കാം.